നമസ്കാരം. ക്രിസ്മസ് ഇതാ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പുതിയ വർഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറായി. കഴിഞ്ഞ വർഷത്തെ വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു RDX. അതിനുശേഷം വീണ്ടും ഇതാ ഷെയ്ൻ നിഗമും മഹിമ നമ്പ്യാരും വീണ്ടും ഒന്നിക്കുന്നു. ലിറ്റിൽ ഹാർട്സിന്റെ വിശേഷങ്ങളുമായി ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷെയ്ൻ നിഗമാണ്. നമസ്കാരം. എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് വിശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ലിറ്റിൽ ഹാർട്സ് തന്നെയാണ്. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ അടുത്തൊരു പരിപാടി തുടങ്ങുന്നതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നിൽക്കുന്നു. അതാണ് വിശേഷം. പുതിയ വർഷം വരികയാണ്. പുത്തൻ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടാവും, റെസൊല്യൂഷനുകൾ ഉണ്ടാവും. എങ്ങനെയാണ് പുതിയ വർഷത്തെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈം വരെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ജനുവരി 1 തൊട്ട് നമ്മൾ പുതിയ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടൊരു കാര്യം ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദിനചര്യകളിൽ അത് നമ്മൾ വളരെ ഗ്രാജുവലി നമുക്ക് അത്രയും തോന്നി ചെയ്താൽ മാത്രമേ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ റെസൊല്യൂഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. ബിക്കോസ് ഞാൻ കുറച്ച് പരിപാടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. കഥകൾ, അതിൻ്റെ വർക്കും അതിൻ്റെ പ്രീ വർക്കും അതിൻ്റെ റെഫറൻസ് എടുക്കലും അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു അടുത്തൊരു വർഷത്തിലെ ഒരു വ്യത്യാസമായിട്ട് എനിക്കങ്ങനെ തോന്നില്ല. ഞാനത് എല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അങ്ങനെ ഒരു ഓക്കെ ഇന്ന ഒരു പരിപാടി ചെയ്ത് തുടങ്ങണം എന്ന് പറഞ്ഞൊന്നും ഓട്ടോമാറ്റിക്കലി ഉള്ള പോലെ തന്നെ വീണ്ടും ഉള്ളതിൽ നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് പഠിച്ച് അടുത്ത പരിപാടികൾ ഇങ്ങനെ. RDX കഴിഞ്ഞ് വൻ ഹിറ്റ് ചിത്രമായിരുന്നു. നിങ്ങളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര എല്ലാവരും മലയാളികൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു കോംബോയാണ്. അത് വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് മലയാളികൾ കാണുന്നത്. ശരിക്കും വലിയൊരു എക്സ്പെക്ടേഷൻ ഉള്ള മൂവിയാണ്. സിനിമയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സിനിമ RDXന്റെ നേരെ ഓപ്പോസിറ്റ് ജോണറാണ്. ഇപ്പോൾ RDXൽ നമുക്കൊരു റിവെഞ്ച് ആക്ഷൻ ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈനറാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടറും ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ ക്യാരക്ടറൈസേഷൻസ് ആണെങ്കിലും എൻ്റെ ആണെങ്കിലും മഹിമയുടെ ആണെങ്കിലും ഒക്കെ RDXൽ നിന്ന് എന്തായാലും ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. എൻ്റെ ഡിഫറെൻറ്റ്. അത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെ ഭയങ്കര ഏലത്തോട്ടവും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഗ്രാമീണമായിട്ടുള്ളൊരു ടൈപ്പ് പരിപാടിയാണ് മൊത്തത്തിൽ. ലിറ്റിൽ ഹാർട്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷൈൻ നിഗം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആത്മബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രമാണെന്ന്. ശരിക്കും ഇത് എത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ കഥയാണ് ഈ മൂവി പറയുന്നത്? ഇതിൽ 3 റിലേഷൻഷിപ്സ് ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് കടക്കാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സ്പോയിലേഴ്സ് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ കോറിൽ കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞൊരു അപ്പൻ മകൻ ബന്ധമാണ്. ബാബുരാജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അതൊരു അതിൽ നിന്നും തുടങ്ങുന്നതാണ് ശരിക്കും അതാണ്. അത് അതിനകത്ത് എനിക്ക് വേറൊരു കൺഫ്യൂഷൻ വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ എന്തെല്ലാം റിവീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് അറിയാതെ പറഞ്ഞാൽ അത് സ്പോയിലർ ആകുമോ എന്ന് എനിക്കറിയില്ലല്ലോ. അവർ ചിലപ്പോൾ ഡയറക്ടേഴ്സ് അത് ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചിലപ്പോൾ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഓർത്താണ് അധികം ഞാൻ പറയാത്തത്. പക്ഷെ ബേസിക്കലി യൂത്തിനും ഫാമിലിക്കും എന്തെല്ലാം നമ്മളിപ്പോൾ ഒരു പടത്തിൽ നിന്നും എന്താണോ ഒരു എന്റർടൈനിങ് ഘടകം നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മൂവിയിലുണ്ട്. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ലോകങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളുടെ കഥ, അങ്ങനെ പറഞ്ഞാലും കറക്റ്റാണ്. അതാണ് ലിറ്റിൽ ഹാർട്സ്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈറ്റിലും ലിറ്റിൽ ഹാർട്സ് എന്ന പേരും ഈ ചെറിയ ഹൃദയം അങ്ങനെ പറയൂലേ നമ്മൾ. അങ്ങനെ ഒരു പരിപാടിയാണ് ശരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു ശരിക്കും ഒരു ടേക്ക് അവേ ആയിരിക്കും ഈ പടം. RDXൽ നിങ്ങൾ രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പം എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നിങ്ങളുടെ കോംബോ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിജയമായിരിക്കും എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു ടാസ്ക് ഇല്ലേ? പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ RDX നമ്മൾ എടുക്കുന്നോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. മാക്സിമം ചെയ്ത് നോക്കാം. ബാക്കി അത് ജനം ഏറ്റെടുക്കുക, അത് അവരുടെ ഡിസിഷനാണ്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത പടമാണ്. അതിലെ എല്ലാ സീനും, ഞാൻ അഭിനയിച്ച സീനുകളെല്ലാം എനിക്ക് വളരെ സന്തോഷമായിട്ട് ഞാൻ ചെയ്തൊരു സിനിമയാണ്. അതിന് ഈ ജനങ്ങളാണ് അതിന്റെ ബാക്കിയെല്ലാ രീതിയിലും വിലയിരുത്തേണ്ടത്. ഓഫ്കോഴ്സ് ശുഭപ്രതീക്ഷയുണ്ട്. പിന്നെ ഇറങ്ങിയതിന് ശേഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ. എന്തായാലും ഇത് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാരം ഉണ്ടായിരുന്നില്ല. ചിത്രത്തെ പറ്റിയിട്ട് പറയുമ്പോൾ പാട്ടുകൾ, നിരവധി പാട്ടുകളുള്ളൊരു ചിത്രമാണെന്ന് കേട്ടു. മ്യൂസിക്കലാണ്. 7 പാട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. എത്തരത്തിലുള്ള പാട്ടുകളാണ്? മെലഡി ആണോ? മെയിൻ ആയിട്ടൊരു 4 സോങ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ചെറുതായിട്ട് വന്നു പോകുന്ന പാട്ട്. പക്ഷെ അല്ലാണ്ട് നമ്മളൊരു കൊറിയോഗ്രാഫി പോലെ പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്ത, ഡാൻസ് എന്നല്ല ഉദ്ദേശം, അല്ലാതെ സിറ്റുവേഷനലി ഒക്കെ നല്ല രീതിയിൽ കുറെ ഷൂട്ട് ചെയ്ത
ഒരു 4 to 5 സോങ്സ് പടത്തിലുണ്ട്. ബാക്കി നമ്മുടെ ആൽബത്തിൽ വരുന്നതാണ് ബാക്കിയുള്ള ട്രാക്ക്. അതിൽ ചെറിയതായിട്ടുള്ള ഒരു കുഞ്ഞ് ഡാൻസ് മൊമെന്റ്സ് ഒക്കെ വരുന്ന ഒരു പാട്ടുണ്ട്. അത് എൻ്റെ മഹിമയുടെയും ലവ് ട്രാക്ക് തന്നെയാണ്. പിന്നെ സിറ്റുവേഷനലി കണക്ട് ചെയ്ത് പോകുന്ന അല്ലാണ്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോർട്ട് മൂവി. ഭയങ്കര രസമാണ് അതിനകത്തൊരു ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയും നമ്മുടെ ക്യാമറമാനും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ക്യാമറമാൻ ആയിരുന്നു ലൂക്ക് ജോസ് എന്നാണ്. എല്ലാവരും അത്യാവശ്യം അവരുടെ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് വരാനായിട്ട്. ഇടുക്കിയിലാണ് ഇത് ചിത്രീകരണം കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അതെ, കട്ടപ്പന ഈരാറ്റുപേട്ടയിലായിരുന്നു മെയിൻ 2 ലൊക്കേഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലവും. ഒരു ശാന്തത, ഭയങ്കര നമ്മൾ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറച്ചൊരു മാറി. അവിടുത്തെ വണ്ടികളുടെ ഒച്ചയില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചെറിയ ചെറിയ ബേർഡ്സിന്റെ സൗണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നല്ലൊരു ചേഞ്ച് ആയിരുന്നു. പിന്നെ എൻ്റെ തിരഞ്ഞെടുത്ത് ഇവരുടെ ലൊക്കേഷൻസ് ആണെങ്കിലും ഈ ഡയറക്ടേഴ്സ് അത്യാവശ്യം കുറച്ച് നാൾ ഒരു 1.5-2 കൊല്ലമൊക്കെ ആയിട്ട് തന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടി ലൊക്കേഷൻ കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ള അതേ ലൊക്കേഷൻസ് ഒരു പരിധി വരെയൊക്കെ നമുക്ക്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോജിസ്റ്റിക്സ്, ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണല്ലോ ഒരു പടത്തിൽ നമുക്ക് ലൊക്കേഷൻ തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ പെർമിഷൻ, അതിൻ്റെ അവൈലബിലിറ്റി, ബാക്കി ആൾക്കാരുടെ ഡേറ്റ്സ്, അതിലൊക്കെയാണ്. പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഇവർ മനസ്സിൽ കണ്ട അതേ ലൊക്കേഷൻസിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട് ഈ സിനിമ വിഷ്വലി. അങ്ങനത്തെ ഒരു വീട്, ഞങ്ങളുടെ എൻ്റെയും ബേബിയുടെയും, അതായത് ബാബുരാജയുടെയും ക്യാരക്ടർ, ഞങ്ങളുടെ വീട് തന്നെ പടത്തിലൊരു ക്യാരക്ടറാണ്. അതിൽ ഓരോ മുറിയും ഈ സിനിമയിലെ ക്യാരക്ടറാണ്. നാട്ടുംപുറത്തിന്റെ കഥയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവി? നാട്ടും പുറത്തിന്റെ കഥയല്ല, നാട്ടും പുറത്തുള്ള ആൾക്കാരുടെ ഇടയിലുള്ള കഥയാണ്. ആ പ്രദേശം ഈ സിനിമയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സിലൂടെയാണ് ആ പ്രദേശം നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്നുള്ളൂ. അല്ലാതെ നമുക്ക് ആ നാട്ടുകാരുടെ ഒരു ടേക്ക് ഓണൊന്നും അങ്ങനെയുള്ള ഒരു ഇൻപുട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിപാടികളൊന്നും വരുന്നില്ല. ഒരു സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ പാട്ട് പാടുന്നതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും രസകരമായ ഇൻസിഡന്റുകൾ ഉണ്ടായിരുന്നോ? ഞങ്ങൾ അതാ പറഞ്ഞത്, ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത. അങ്ങനെ മാക്സിമം സീൻസ് ഇംപ്രവൈസ് ചെയ്യാനും ഒക്കെ ഞങ്ങളിങ്ങനെ ഇരുന്ന്, അതായത് നമുക്ക് എല്ലാ സീനുകളും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിന് അതാ പറയുക, ഒരു പ്രാക്ടിക്കാലിറ്റിയും കൂടെ ഉണ്ടല്ലോ സിനിമയ്ക്ക്. ഇത്ര ദിവസത്തിൽ തീരണം, ഇത്ര ആൾക്കാരുടെ ഡേറ്റ്സ് ഉണ്ട്, ഒരു പരിപാടിയുണ്ട്. പക്ഷെ അതിലാണ് എന്നാൽ പോലും ഞങ്ങൾക്ക് തുടക്കമുള്ള കുറച്ച് സീക്വൻസുകൾ അല്ലാണ്ട് ഇടയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സീക്വൻസുകൾ ഞങ്ങൾക്ക് അത്യാവശ്യം ടൈം എടുത്ത്, ഇപ്പം ഞാനും ബാബു ചേട്ടനും ഇതിന്റെ 2 ഡയറക്ടേഴ്സ്, ഇരട്ട സംവിധായകർ, പിന്നെ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ഉണ്ട് ദിബിലേട്ടനൊക്കെ. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ് ചിരിച്ച് അതിൽ അത് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കുറേ സീക്വൻസുകൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ടു ദ പോയിന്റ് വി ഹാവ് ടു മീറ്റ് ദ ഡേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് ചില സാധനങ്ങൾ കുറച്ച് റഷ് ചെയ്ത് തീർക്കേണ്ടി വന്നിട്ടുണ്ട്. സോ മലയാള സിനിമ അങ്ങനെ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ മാർഗ്ഗമില്ല. കാര്യം മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുറേ ആർട്ടിസ്റ്റ് വരുന്നില്ലേ. ഇപ്പോൾ ബാബുരാജ് ചേട്ടൻ, ഷൈൻ ടോം ചാക്കോ, രഞ്ജി പണിക്കർ സാറ്, മാലച്ചേച്ചി, മഹിമ, ജാഫർ ഖാൻ, ഞാൻ മെയിനായിട്ടുള്ള മിസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു ആൾക്കാരുടെ പേരുകൾ. രമ്യ സുബി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസും ഉണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞ നടിയാണ്. അപ്പോൾ ഇവരെല്ലാം കുറേ നല്ല ടാലൻസ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും കൂടെ ഇത് വരുമ്പോഴത്തേക്കും ചില സീൻസ് നമുക്ക് ചെറുതായിട്ടൊക്കെ റഷ് ചെയ്ത് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ നിന്ന് ലിറ്റിൽ ഹാർട്സിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രൂ എന്നത് പറയുന്നത് വ്യത്യസ്തമായിട്ട് തോന്നിയോ? എൻജോയ് ചെയ്തത് ഇപ്പം പറഞ്ഞപ്പോൾ മൊത്തം എൻജോയ് ചെയ്തൊരു മൂവിയാന്ന് പറഞ്ഞു. അതെ, അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഈ കഥ അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രങ്ങളൊക്കെ ഈ ഒരു മൂഡിലാണ് സഞ്ചരിക്കുന്നത്. അതാ പറഞ്ഞത്, ലിറ്റിൽ ഹാർട്സ് ആണ് സിനിമ. ഇതിനകത്ത് ഭയങ്കര ഇന്റൻസ്, ഭയങ്കര അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്ലേഫുൾ സൈഡില്ലേ, അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള, ഈവൻ സെന്റിമെന്റ് സീനിൽ പോലും ഒരു ചെറിയ ഒരു സാധനം ഉണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു കോമഡി ഉണ്ടല്ലോ എവിടെയൊക്കെ നമ്മളുടെ ലൈഫിലുള്ള, അതിനെ വേറൊരു രീതിയിൽ കാണിക്കുന്ന പരിപാടിയായിരിക്കും. മീൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു അങ്ങനെ ഒരു കണ്ട് ശീലിച്ചൊരു പരിപാടിയും ആവാൻ സാധ്യതയില്ല. കുറച്ച് ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. സിബി എന്ന് പറയുന്ന ക്യാരക്ടർ മലയാളികൾക്ക് ഒരു പുതിയൊരു കഥാപാത്രമായിരിക്കും. അല്ല, അയാളെ കണ്ടിട്ട് ആ കഥാപാത്രത്തിനെ പക്ഷെ പോർട്രേ ചെയ്യപ്പെടുന്ന രീതിയും അതിനെ കൊണ്ട് നിർത്തുന്ന ഒരു ജംഗ്ഷനുകളൊക്കെ കുറച്ച് പുതിയതായിരിക്കാം. അതിലെ ഇപ്പം സിബി എന്ന ഇപ്പം ഞാൻ ചെയ്ത പരിപാടിയാണെങ്കിലും ഞാൻ ഇതുവരെ ചെയ്യാത്തതാണ്, ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പൊ അത് തന്നെ നിങ്ങൾക്കൊരു പുതുമയുള്ളൊരു അനുഭവിക്കും തോന്നുന്നു. അതേപോലെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഹീറോ അല്ല ഇയാള്, പക്ഷെ അതിനെ കൊണ്ടുവന്ന രീതിയൊക്കെ ഇച്ചിരി ക്യൂട്ടായിട്ട് തോന്നി എനിക്ക്.
ചിത്രത്തിലേക്ക് എത്തിപ്പെട്ടത്? ഇതില് സാന്ദ്ര ചേച്ചി മദറിനെ കോണ്ടാക്ട് ചെയ്ത് ഈ ഡയറക്ടേഴ്സ് വന്ന് കഥ പറഞ്ഞതാണ്. കഥ പറഞ്ഞു, കഥ ഇഷ്ടപ്പെട്ടു, അപ്പൊ തന്നെ കഥ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. നമുക്ക് എനിക്ക് അധികം താമസം ഉണ്ടായില്ല, ഒരു 3-4 മാസത്തിൽ തന്നെ പരിപാടി ഓണായി. ഇതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ആണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിലേക്കൊക്കെ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ആ കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡിൽ വന്നതാണ്. അതെങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? അതൊരു ഒരു ലെവലിൽ ഒരു പറഞ്ഞ പോലെ ഒരു ട്രോളിങ് പരിപാടി ഉണ്ടല്ലോ, സെൽഫ് ട്രോൾ എന്നും പറയാം, അല്ലാതെ ഒരു കുറച്ച് ഉള്ളൊരു പ്രജുഡൈസ്ഡ് ആംഗിളിനെയും കൂടെ ഞാൻ ട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാർ മനസ്സിലാക്കട്ടെ എന്ന് തന്നെയാണ്. അല്ലാതെ നമ്മള് ഇതൊക്കെ അതിലെല്ലാം അണ്ടർലൈനിൽ ചെറിയ എൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സ് ഞാൻ പറയാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് അദ്യം അതൊരു തമാശയുമാണല്ലോ, അപ്പൊ അത് ആൾക്കാർക്ക് എന്റർടൈനിങ് ആണല്ലോ. സത്യം പറഞ്ഞാൽ എന്റർടൈൻമെന്റിനല്ലേ സെല്ലാവപ്പെടുന്നത്. അല്ല, അങ്ങനെയുള്ള സിനിമ അതാണ്, അങ്ങനത്തെ ഒരു പടമാണ്, ഒരു ഫണ്ണാണ്. അപ്പൊ അതിന് ഇത് ഇങ്ങനെ ഒരു ഐഡിയ മാച്ച് ആണെന്ന് തോന്നി. അതിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് അവരുടെയും കുറെ ഇൻപുട്സ് വന്നു. ഞാൻ വീട്ടിൽ തന്നെയാണ് ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കാർ ഓടിച്ചോണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലോ, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തുടങ്ങിയ ഒരു ആശയമാണ്. ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഷൂട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു കഥ വരുമ്പോൾ വീട്ടിലെ ഒപ്പീനിയനുകളും ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത്. ആണല്ലേ. പുതിയ മറ്റ് ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നതൊക്കെ? ഞാനത് എനിക്ക് തോന്നുന്നു അടുത്തൊരു 2 ആഴ്ചയിൽ ഒരു അനൗൺസ്മെന്റ് വരാനുണ്ട്. അത് വരാതെ ഞാൻ അതിനെപ്പറ്റി പറയുന്നത് മോശമെന്ന് തോന്നുന്നു. ആർഡിഎക്സിലും മിനിയും റോബോട്ടും ഒന്നിക്കുന്നില്ല. ഇതിൽ നിങ്ങൾ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ ഒന്നിക്കുന്നുണ്ട്. മലയാളികൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അത് ഒരു നല്ലൊരു നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിൽ ഒന്നിക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമായിട്ട് സർപ്രൈസ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാണ് അതിന്റെ ഒരു രസം. അപ്പൊ ലിറ്റിൽ ഹാർട്സ് വലിയൊരു സക്സസ് ആവട്ടെ. അടുത്ത വർഷം ലിറ്റിൽ ഹാർട്സ് മലയാളികളെ മുഴുവൻ ഹൃദയങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്.